വലിയ ദർജയിലുള്ള ആളുകളാണ്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും ഈ കള്ള ശേഖന്മാരുടെ അവസ്ഥ. കള്ളശേഖന്മാരുടെ അവസ്ഥ അവരുടെ, അതായത് ഒരു മുറബിയായ ഒരു ശേഖന്റെ അവസ്ഥ എങ്ങനെയായിരിക്കണമെന്ന് മഹാന്മാർ പറയുന്നു. അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ കാലഘട്ടത്തിൽ ഇത് ഇങ്ങനെ അധികരിച്ചു വരികയാണ്. ഒന്ന്, അത്തരം ആളുകൾക്ക് അള്ളാഹു ഒരു നൂറിനെ അവരുടെ കൽവിൽ വെച്ചു കൊടുക്കുന്നു. അത് എല്ലാവർക്കും ലഭിക്കണമെന്ന്. ആ നൂറുണ്ടാവുന്നത് ആർക്ക് മാത്രമാണ്? മൻ തമസ്സക ബിഹബ്ലി ശരീഅത്തി, ശരീഅത്തിന്റെ എല്ലാ നിയമങ്ങളും പാലിക്കുന്ന ആളുകൾ. മാത്രമല്ല വതശബ്ബത ബിദൈനി സുന്നത്തി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾ. മഅ തസ്കിയത്തിൻ നഫ്സി മിന സിഫാത്തിർ റദിയ വതൗസീഫിഹാ ബിൽ അഖ്ലാഖിൽ ഹമീദ എന്ന് പറഞ്ഞാല് ചീത്തയായ മോശമായ എല്ലാ സ്വഭാവങ്ങളും, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, ഹസദ് ഉണ്ടാവുക, അസൂയ വെക്കുക, പിന്നെ മറ്റുള്ളവരെ ചതിക്കുക, വാക്ക് പറഞ്ഞാൽ പാലിക്കാതിരിക്കുക, ഇതുപോലത്തെ നമ്മൾ ഇയ്യാവിലൊക്കെ പഠിക്കുന്ന എല്ലാ മോശമായ നിന്ദ്യമായ എല്ലാ സ്വഭാവത്തിലെ തൊട്ടും അവന്റെ കൽബ് കാലിയാവുക. എന്നിട്ട് ആ കൽബിലേക്ക് എല്ലാ മഹ്മൂദത്തായ നല്ല സ്വഭാവങ്ങൾ, ഒരു മനുഷ്യന് ഏറ്റവും ഉണ്ടായിരിക്കേണ്ട എല്ലാ സ്വഭാവങ്ങളും അവന്റെ കൽബിലേക്ക് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകുന്ന സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുക. ഫർദ് ഏതായാലും ചെയ്യണം. അതിനു പുറമെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾ, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളുകൾ. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് അവരുടെ കൽബിലേക്ക് അള്ളാഹു ഒരു നൂറ് ഇട്ടു കൊടുക്കുന്നു. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, ഒരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൽബിലേക്ക് അങ്ങോട്ട് നൂറിട്ടാൽ ആ നൂറ് ഇങ്ങനെ പ്രസരിച്ചുകൊണ്ട് അവന്റെ എല്ലാ അവയവങ്ങളിലേക്കും, കണ്ണിലേക്കും, കാതിലേക്കും, നാവിലേക്കും, എല്ലാ മുഖത്തിലേക്കും ആ നൂറ് ഇങ്ങനെ പ്രസരിക്കും. അത്രയും അവസ്ഥയെത്തിയ വലിയ വലിയ ആളുകളാണ് മുറബ്ബിയായ ശേഖന്മാർ. അള്ളാഹിന്റെ മഅരിഫത്ത് ലഭിച്ച, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ അള്ളാഹുവിന്റെ മഅരിഫത്ത് ലഭിച്ച ആളുകൾ, അവരാണ് മുറബ്ബിയായ ശേഖ്. അല്ലാതെ ഇങ്ങനെ ഏതെങ്കിലും സുന്നത്തുകളും ചെയ്യാത്ത, നല്ല നിസ്കരിക്കാത്ത ആളുകളുണ്ട് അല്ലെ ഷെയ്ഖ് പറഞ്ഞത്. അപ്പൊ അവര് പല ഷെയ്ഖന്മാരും പറയുന്ന വാറോലകൾ, തത്വങ്ങൾ ഏതിനോട് ഉപമിച്ചു മഹാനവറുകൾ? ചെറിയ കുഞ്ഞിന്റെ വായിലൂടെ ഇങ്ങനെ ഒലിച്ചു വരുന്ന ആ ഉമ്മനീര് പോലെയാണ്. അതിനിങ്ങനെ ദുർഗന്ധം ഉണ്ടാവും. അത് കാണുന്ന ഒരു അറപ്പാണ്, വെറുപ്പാണ്. അത് ശരീരത്തിലാകും നമുക്കൊരു വെറുപ്പാണ്. അതുപോലെയാണ് അവരുടെ വാറോലകൾ. അത്രേ ഉള്ളൂ, അതിനത്രേ വരെയുള്ളൂ. എന്നിട്ട് ഇതിന്റെ ശാരീരികങ്ങൾ ഒരുപാട് കാലം മുമ്പേ ഇതുണ്ടാക്കിയ ആളുകളൊക്കെ പറയുന്നുണ്ട് ചില ആളുകളുടെ ചില തത്വങ്ങൾ. അതായത് അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിന്റെ സ്നേഹവും അടുപ്പവും ഒക്കെ ഒരാൾക്ക് കരസ്ഥമാക്കിയാൽ പിന്നെ അവന് എന്തും ചെയ്യാം, വൻദോഷങ്ങൾ പോലും ചെയ്യാം. ചില ത്വരീഖത്തിന്റെ ആളുകൾ പറയും. ത്വരീഖത്ത് ഏതാണെന്ന് ഇവിടെ പറയുന്നില്ല. അവരുടെ വാറോലകൾ അങ്ങനെയാണ്. അവരുടെ അണികളെ തർബീത്ത് തേടി അവരോടത്തേക്ക് പോകുന്ന മുരീദുകളെ, ബൈഅത്ത് ചെയ്ത മുരീദുകൾക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ. വൻദോഷങ്ങൾ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, ചെറുദോഷമല്ല, വൻദോഷങ്ങൾ ചെയ്താലൊന്നും കുഴപ്പമില്ല. കാരണം അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാം. പിന്നെ അവനക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾ ചെയ്യുന്നത്. കാരണം അവന് ഇഷ്ടപ്പെട്ട ഒരു ദാസനായിട്ട് നമ്മൾ മാറി. മഹാന്മാർ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ മഅരിഫത്തില്ലാത്ത ആൾ എങ്ങനെയാണ് മറ്റൊരാളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത്? ഒരു വസ്തുവിനെ അറിയാത്ത ഒരാൾ ആ വസ്തുവിലേക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ എത്തിക്കുക? ഈ ചങ്ങായിക്കന്നെ അള്ളാഹിനെ കുറിച്ച് അറിയാം. എവിടുന്നോ ഇങ്ങനെ കെട്ടുമാറായിട്ട് വന്നിരിക്കുകയാണ്, കോലം കെട്ടി. എന്നിട്ട് അവൻ മറ്റൊരാളെങ്ങനെ മുറബിയായിട്ട് തർബീയത്ത് ചെയ്യുന്നത്, അത് മഹാനായ ഒരു കാര്യമാണ്. അങ്ങനെ സംഭവിക്കുകയുള്ളൂ. ആദ്യം അള്ളാഹിനെ കുറിച്ചറിയണം, അവൻ സ്വന്തം. അതുപോലെ പിന്നെ ഇവരുടെ ചില അത്വാലുകൾ, ചില തത്വങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരാൾ അന്നമൻ ബലഗ ഗായത്തൽ
സഫാഹൽ ഖൽബി സഖത അൻഹുൽ അംറു വന്നഹി. അള്ളാഹുവിനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ധ്യാനിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം ഒരാളെ കൽബിലേക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നതിനർത്ഥം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സഖത അൻഹുൽ അംറു വന്നഹി, അവനെ തൊട്ട് ഇസ്ലാമിന്റെ അമ്രും നഹിയും ഒന്നും ഇനി ഭാഗമില്ല. എന്തും ചെയ്യാം, നിസ്കരിക്കേണ്ട ആവശ്യമില്ല, കള്ളുടിക്കാം, കഞ്ചാവ് അടിക്കാം, എന്തും ചെയ്യാമെന്നാണ് ചില തരീഖത്തിന്റെ ഒക്കെ. അവനെ വൻദോഷം ചെയ്താൽ പോലും അള്ളാഹു നരകത്തിലിടില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളായി. അതുകൊണ്ട് ഇനി എന്തും ചെയ്യാൻ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾ പറയുന്നത് പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട് ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത് അല്ലെ. ശരീഅത്ത് ആണ് ആദ്യം. ശരീഅത്താകുന്ന കപ്പൽ കയറിയിട്ട് ത്വരീഖത്താകുന്ന സമുദ്രത്തിലൂടെ സഞ്ചരിച്ചിട്ട് ഹഖീഖത്താകുന്ന മുത്ത് അള്ളാഹു എന്നുള്ളല്ലേ, അതിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അങ്ങനെ നമ്മുടെ ജൈവ മഹത്വങ്ങളൊക്കെ. എന്നാൽ ഇതിനെ കളിയാക്കിയിട്ട് ചില ആളുകളൊക്കെ ഇപ്പോൾ ഇറങ്ങിയ ചില ആളുകൾക്ക് മുമ്പിലൊക്കെ ഉണ്ട് ഇന്നത്തെ ആൾക്കാർ. അവര് പറയുന്നത് അതൊക്കെ ഒരുപാട് സമയം എടുക്കും അല്ലെ. കപ്പൽ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോയിൽ പോകുന്ന സാധനം. അപ്പൊ എന്താ കാര്യം, നമ്മള് കപ്പലൊന്നും ശ്രദ്ധിക്കുന്ന ആളല്ല. നമ്മളിങ്ങനെ പ്ലെയിനിലൂടെ പെട്ടെന്ന് അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞങ്ങളത് ജീവിക്കുന്നത്. അതിങ്ങനെ ഒരുപാട് നിസ്കരിക്കണമെന്നോ ഒരുപാട് നോമ്പോക്കണമെന്നോ ഒരുപാട് വിഭാഗത്തിൽ പോകണം അങ്ങനൊന്നുമില്ല. അത് പ്രത്യേകമായ ചില കാര്യങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് അള്ളാഹുവിലേക്ക് ഇങ്ങനെ പ്ലെയിൻ ചെയ്തിട്ട് എത്താൻ പറ്റും. അങ്ങനെ വാദിക്കുന്ന ചില ആളുകൾ. ഇതിനൊക്കെ കാരണം ആരാണ്? ഈ കോലം കട്ടി വരുന്ന മുറബി എന്ന് അവകാശപ്പെടുന്ന മശായിഖ് എന്ന് അവകാശപ്പെടുന്ന കള്ളന്മാരാണ്, വ്യാജന്മാരാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്താക്കുക, നമ്മളൊക്കെ നല്ലവരാണ്, നമ്മളൊക്കെ ഇങ്ങനെ ഒന്നും പെടിയിലാന്ന് വിചാരിച്ചിട്ടിരിക്കണ്ട. ചിലപ്പോൾ നല്ല നല്ല സദസ്സുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിക്കുമ്പോൾ നമ്മൾ പോവും. അവരുടെ ഒരു മായിക വലയത്തിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ അവരുമായിട്ട് നമ്മൾ ബൈഅത്ത് ചെയ്തേക്കും. പിന്നെ അവരുടെ സദസ്സിലേക്ക് നമ്മൾ സ്ഥിരം പോകുന്നവരാവും. പിന്നെ ആയിരിക്കും നമ്മൾ ഒരുപാട് ആ കുഴിയിലേക്ക് അകപ്പെട്ട ശേഷമായിരിക്കും ഞാൻ ഇതിൽ പെട്ടല്ലോ എന്ന് ചിന്തിക്കുക. അല്ലാഹു നമ്മളെയും നമ്മുടെ കൂട്ടുകാരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അവർക്ക് ശൈത്താനിയായ ഒരു കഴിവുണ്ടാവണം. നമ്മൾക്കത് അധികം പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മഹാന്മാരായ സ്വാലിഹ്യങ്ങളൊക്കെ ബർക്കത്ത് കൊണ്ടാണ് ഉണ്ടാക്കുക. അതിലൊന്നും പെടാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ മഹാന്മാരെ ഒരുപാട് പറയുന്നുണ്ട്. അയ്യുഹത്താലും അൽ ഹദർ അൽ ഹദർ മിൻ സുഹബത്തിൽ അശ്റാർ ഫഇന്നഹും ഖുത്താഉ ത്വരീഖ്. മോശമായ ആളുകൾ, മോശമായ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുക, പരിചയപ്പെടുക എന്നതിനെ തൊട്ട് നീ എന്താക്കുക, എപ്പോഴും ജാഗ്രതയിലിരിക്കുക. അവർ വിളിക്കുന്ന സദസ്സിലേക്ക് നീ പോകരുത്. കാരണം അവർ ഖുത്താഉ ത്വരീഖ്, കള്ളന്മാരാണ്. ഖുത്താഉ ത്വരീഖ് വഴിയിൽ ഒളിച്ചുന്നിട്ട് പിടിച്ചു വലിക്കുന്ന ആളുകളാണ്. അപ്പൊ നിന്റെ ഇഹ്ദിനസ് മുസ്തഖീമിലൂടെ പോകുന്ന നിന്നെ പോലെ ചെറുപ്പക്കാരെ പിടിക്കാനുള്ള ഖുത്താഉ ത്വരീഖാണ്. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച വരെ ഒരു മജ്‌ലിസിനോട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മജ്‌ലിസിനോട് കഴിഞ്ഞിട്ട് വരുമ്പോ എന്നെ പണ്ടുവിടാൻ വേണ്ടി വരുമ്പോ ബാക്കിലൊരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. വണ്ടി നിർത്തി ഞാൻ ഇറങ്ങാനാകുമ്പോ ഈ കുട്ടി സംസാരിക്കും. ചെറിയ കല്യാണം കഴിക്കാതെ അവന് 1-2 ആഴ്ചക്ക് മുമ്പ് ഒരു കൂട്ടർ ഇവനെ ഒരു മജ്‌ലിസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ദുബൈയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവര് വണ്ടിയായിട്ട് വന്നു. ഇവന് യാത്ര ചെയ്യുന്ന സമയത്താണ് ഇവന്റെ മനസ്സിലേക്ക് സ്വാലിഹ്യങ്ങളൊക്കെ ബർക്കത്ത് കൊണ്ട് അവന്റെ പേടി തോന്നിയത്. ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഏതോ ഒരു റൂമിലേക്ക് ശൈഖ് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഇവൻ അവിടെ എത്തിയ ശേഷം അവിടെ നോടി അവർ ബൈഅത്ത് ചെയ്യാനൊക്കെ നിർബന്ധിച്ചുണ്ടോ? അവൻ ചെയ്തില്ല. എനിക്കിങ്ങനെ ഓർമ്മ വന്നു, ഏതോ ഒരു വയറോ മറ്റോ കേട്ടത് ഓർമ്മ വന്നു. പല തരീഖത്തുണ്ട്, അത് കള്ളന്മാരാണ്, വ്യാജ തരീഖത്താണ്. ഇതിപ്പോ എല്ലാത്തിനെ കുറിച്ചല്ല അല്ലെ, വ്യാജ തരീഖത്ത് തന്നെ മനസ്സിലാക്കി. അതിൽ ഞാൻ പെട്ടുപോകലെന്ന് പേടിച്ചിട്ട് അവൻ ബൈഅത്ത് പോലും ചെയ്യാൻ അവർ നിർബന്ധിച്ച് ചെയ്യാതെ അവൻ പറയാണ്, എനിക്കറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അതിലുണ്ട്. നല്ല നിസ്കാരവും നല്ല നോമ്പും സുന്നത്തുകളൊക്കെ എടുത്ത് എല്ലാ മജ്‌ലിസിലൊക്കെ പങ്കെടുത്ത് തഖ്വയോടെ ജീവിച്ച ചെറുപ്പക്കാർ ഇപ്പോ അതിൽ സ്ഥിരം പോകുന്നുണ്ട്. അത് നമ്മള് ദായികളായ നമ്മള് അതിന് അവരൊക്കെ മോചിപ്പിക്കണം. അതിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ ആവശ്യപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അതിൽ പെട്ടുപോയ ആളുകളെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. കാരണം ഖാത്തിമത്ത് മോശമായിട്ട് മരിച്ചു. അതിന്റെയൊക്കെ സൂചനയാണ് ഖല്ലി ഖല്ലി എന്നുള്ള ആയത്തിൽ അദ്ദേഹം പറഞ്ഞു. ഖല്ലി ഖൗഫൽ ഖാത്തിമ അല്ലെ, ഇതിലൊക്കെ പെട്ടുപോയ
കൊണ്ടുപോയി കഴിഞ്ഞാൽ അവസാനം ജന്നത്ത് ചേരുന്നതാണ്. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാതെ ചത്തുപോകും. അതിനൊക്കെ മുഖദ്യമ തുടക്കം ഏത് തന്നെയാണ്? ആരെങ്കിലും പരിചയപ്പെടൽ അല്ലെ? നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ നിൽക്കുമ്പോ ആരെങ്കിലും തൊപ്പിട്ട് വന്നിട്ട് അസ്സലാമു അലൈക്കും അങ്ങനെ മറ്റു പറയും. നമ്മള് ഇപ്പൊ മജ്ലിസിന് കഴിഞ്ഞ് വരാണ്. അപ്പൊ അവർക്ക് നല്ല സന്തോഷം, ഇങ്ങനത്തെ ആളെ പിടിക്കണം. കാരണം മജ്ലിസുകളും ആത്മീയമായ ഒരു ആനന്ദവും ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് അവർ പിടിക്കുന്നത്. ഒന്നുമില്ലാത്ത പട്ടണവിന് എന്ത് ചെയ്യണമെന്ന് പറമ്പി അവനെ പള്ളിയിലെന്നെ പോകുന്നുണ്ട്. ഇങ്ങനത്തെ ഉള്ള ആളുകൾ അവൻ നിൽക്കുന്നു. എന്നിട്ട് അവൻ പറയുന്നത് അടുത്ത ഒരാഴ്ച മദ്രസ മുത്തേനെ നീ അങ്ങോട്ട് വരാമെങ്കിൽ നമ്മളൊരു വണ്ടി പോകുന്ന കാര്യം കയറിക്കാം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതുപോലത്തെ നല്ലൊരു ആനന്ദം ആത്മീയമായ ഒരു ഊർജ്ജം കിട്ടുന്ന സാധാരണ അങ്ങനെ ഒരു മായാവലയത്തിലൂടെ കൊണ്ടുപോയി അവിടെ പെട്ട ശേഷമാണ് പിന്നെന്താക്കില്ല ബൈഅത്ത് ചെയ്യാൻ പറയുക, അത് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പെട്ടുകൊണ്ടേയിരിക്കുകയാണെന്ന് വളരെ വിഷമകരമായ ഒരു വാർത്ത നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ അറിയുന്നില്ല. പേര് പോലും പല സദസ്സുകളും അങ്ങനെ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. അവരെ നമ്മുടെ നല്ല ഉസ്താദന്മാരുടെ അടുത്തേക്ക് ട്രിപ്പിലൂടെ കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താക്കണം, ശ്രമിക്കണം. എന്നിട്ടോ ഇതിനർത്ഥം പറയാം, വലം യറുബ്ബറബീബഹു, അവരിടത്തേക്ക് തർബിയത്ത് ആഗ്രഹിച്ച് നല്ലതാവാൻ ആഗ്രഹിച്ചു പോകുന്ന ആളുകൾ അവർ തർബിയത്ത് ചെയ്യുന്നില്ല. കാരണം തർബിയത്ത് ചെയ്യാൻ കഴിയില്ല. അവൻ തന്നെ നീചനാണ്. നിസ്കരിക്കാത്ത, സുന്നത്തുകൾ ചെയ്യാത്ത, തമ്മാടിത്തരം ചെയ്യുന്ന ആളുകൾ. ഇത്തരം സ്ത്രീകത്തിന്റെ ഒക്കെ ഷെയ്ഖ് എന്ന് അവകാശപ്പെടുന്നവന്റെ കാല് തടവാൻ പോലും സ്ത്രീകളാണ് അവിടെ ഇരിക്കുന്നത്. അന്യ സ്ത്രീകൾ കണ്ടവർ പറയാണ് അവിടെ നിന്ന് ഓടിയവർ. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ പർണശാലയിൽ അവന് സുഖം കൊടുക്കുന്ന ആരാണ്? സ്ത്രീകൾ. മസാജ് ചെയ്യും. രണ്ടു ഭാഗത്തിരുന്നിട്ട് അവൻ കാലിങ്ങനെ നീട്ടിരിക്കാം. വിക്കറിലിരിക്കാം. തൽക്കാലം ഒഴികെ ആനന്ദം കൊടുക്കാൻ സ്ത്രീകൾ. അവര് ഗുണ്ടായുസ് കാണിക്കുന്ന വലിയ വലിയ ആളുകളായിരിക്കും. അവന്റെ പ്രൊട്ടക്ഷൻ. ഈ വിവരം പുറത്തു പറഞ്ഞാൽ പറഞ്ഞവൻ തട്ടും. അങ്ങനെയുള്ള ചില നീചന്മാരാണ്. എന്നല്ല തർബിയത്ത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ലാക്കിൻ അദല്ലൽ ഖൗമ, അവന്റെ അടുത്തേക്ക് പോകുന്ന ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൊക്കെ അവൻ തലാലത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ബിൽ ആറായി, അവന്റെ ചില പുതിയ പുതിയ തത്വങ്ങളൊക്കെ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, ആ തത്വങ്ങൾ ഏതുപോലെയാണ്? വായിൽ നിന്നും ഒലിച്ചു വരുന്ന ദുർഗന്ധമുള്ള തുപ്പൽ പോലെയാണ്. അത്രയോ അതിന് വരെയുള്ളൂ. അപ്പോ നമ്മൾ ഇതിന്റെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് മനസ്സിലാക്കുക. ഇതിലൊന്നും പെടാതിരിക്കാൻ എപ്പോഴും എന്ത് വേണം? റിവേഴ്സ് നമ്മളെ വൈത്തിലേക്ക് പോലെ മുമ്പത്തെ വൈത്തിലേക്ക് എപ്പോഴും ഇതിലൊന്നും പെടാതെ നമ്മളിങ്ങനെ ഒറ്റക്ക് സഞ്ചരിക്കുന്ന സമയത്താണ് പലരും നമ്മൾ എന്താക്കുന്നത്? റാഞ്ചി കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് കേസ് പോലത്തെ മഹത്തായ മഹാന്മാരുടെ പൊരുത്തവും പ്രാർത്ഥനയും ഒക്കെ അനുഗ്രഹവും ഒക്കെ ഉള്ള സംഘടനകൾക്ക് നമ്മൾ എപ്പോഴും ഒന്നിച്ചെന്നെ. അപ്പൊ നമ്മൾ ഒറ്റക്കേ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പലരും നമ്മളെ റാഞ്ചി. അപ്പൊ സത്യമേത് തെറ്റേത് ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടാതെ നമ്മൾ അതിലേക്ക് പോകണ്ടേ. നമുക്കതിന് ഇഷ്ടംപോലെ സദസ്സുകൾ ഉണ്ടല്ലേ. നമ്മളെ എല്ലാ ഓഫീസുകളിലും നല്ല നല്ല സദസ്സുകളുണ്ട്. അതിലൊക്കെ പങ്കെടുക്കുക. എന്നാൽ ഇത്തരം കഴുകന്മാരുടെ കണ്ണുവലയത്തെ തൊട്ട് നമ്മൾ കാത്തുരക്ഷിക്കപ്പെടും. അപ്പൊ ഇതൊന്നും വരാത്ത ചെറുപ്പക്കാരെ കണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. അവരെ ട്രിപ്പിലൂടെ നമ്മുടെ 1-2 സദസ്സിലേക്ക് പങ്കെടുപ്പിച്ചാൽ പിന്നെ അവർ ഓട്ടോമാറ്റിക് ഇതിന്റെ ഒരു ഭാഗമായിട്ട് മാറും. ഇത്തരം ഈ കള്ളത്വരീകത്തിനെയും വ്യാജശേഖരം തൊട്ടപ്പം രക്ഷപ്പെടും. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം തന്നെ നല്ല കൂട്ടുകെട്ട് സ്വാലേഹ്യങ്ങളുമായ സുഹബത്ത് എപ്പോഴും ഉണ്ടാക്കുക. എന്നാൽ നീ എന്താക്കി ട്രൈക്കലം കൊണ്ട് കയറി. പിന്നെ അവര് പങ്കെടുക്കുന്ന സദസ്സുകള്, അവര് പിന്നെ അറിയുന്ന ഹൽക്കകള്, ദിക്റിന്റെ ഹൽക്കകളൊക്കെ അവർ നമ്മളെ കൊണ്ടെത്തിക്കും. പിന്നെ നമ്മൾ ട്രാക്കലം കൊണ്ട് കയറി. അത് കൂടുതൽ ആത്മീയതയിലേക്ക് നമ്മൾ മുന്നിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അതുവഴി നമ്മൾക്ക് എന്താക്കാം? റബ്ബിയായ നല്ലൊരു ഷെയ്ഖിനെ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ലതാണ്. ഇങ്ങനത്തെ ഷെയ്ഖ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. എല്ലാം വ്യാജമെന്ന് അദ്ദേഹം പറയുന്നില്ല അല്ലെ. മാനവர்கள் പറഞ്ഞത് നീചന്മാരായ ആളുകളെ തൊട്ട് നിന്നൊക്കെ ജാഗ്രത പാലിക്കണം. അതിനർത്ഥം നല്ലവർ എന്തായാലും ഉണ്ടാവും എല്ലാ കാലഘട്ടത്തിലും. അപ്പൊ അങ്ങനത്തെ ഒരു ശേഷം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടും നല്ലതാണ്. അതുകൊണ്ട് എപ്പോഴും സ്വന്തമായി ഒരു ശേഷം ഉണ്ടാകുന്ന ആരും കൂട്ടി ഇങ്ങനെ പോലല്ല. അത് നമ്മളുടെ മഹാന്മാരോടൊക്കെ അന്വേഷിക്കുക. സമസ്തതാണ് ചെയ്തതല്ലേ. നമ്മുടെ വിശ്വാസം
പിന്നെ തകരുന്ന എല്ലാ വിഷയങ്ങളോടും സമസ്ത ജാഗ്രത പാലിച്ചു. അതിനു വേണ്ടി തന്നെയാണ് രൂപീകരിച്ചതെന്ന് 2 ദിവസം മുമ്പ് വരെ നമ്മൾ തങ്ങൾ പ്രസംഗിച്ചതാണ്. അഖീദ സംരക്ഷിക്കാൻ, അത് സംരക്ഷിക്കാൻ വേണ്ടി കോട്ട കെട്ടാനാണ് സമസ്ത മുന്നിട്ടിറങ്ങിയത്. എന്നിട്ട് നൂർഷാദരീക്കത്തിനെ എതിർത്തു, ആലുവാദരീക്കത്തിനെ എതിർത്തു. സധൈര്യം നമ്മുടെ പ്രധാനപ്പെട്ട ആളുകൾ പോലും പുറത്താകേണ്ടി വരുമെന്നുള്ള അവസ്ഥയിൽ പോലും ധീരമായ തീരുമാനങ്ങൾ എടുത്തു. പുറത്തായി, കുറെ ആൾക്കാർ പുറത്തായി. ഒരാൾക്കാർ തൗബ ചെയ്ത് തിരിച്ച് ഈ പടയണിയിലേക്ക് നിന്ന് ഊരിയാക്കളുടെ പാതയിലേക്ക് നിന്ന് പോകുന്നു. അതൊക്കെ നമ്മൾ പഠിക്കണം. എന്തുകൊണ്ട് അതിനൊക്കെ എതിർക്കപ്പെട്ടത്, എന്തായാലും അതിലൊക്കെ ഉണ്ടായ പിന്നെ ഈ ഇതുപോലെ നിഷിദ്ധമായ ചില കാര്യങ്ങൾ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ കാലഘട്ടത്തിൽ പുതിയ പുതിയ പേരിൽ ഇങ്ങനെ ഓരോന്നും വരും. അപ്പൊ എന്താവും, നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കിട്ടും. സമസ്ത പറഞ്ഞാൽ അത് പറഞ്ഞാൽ സമസ്തയും ഒരു തുര്യക്കത്തിന് ഭാഷയെ പറഞ്ഞല്ലേ, മഹാന്മാർ ജീവിക്കുന്ന തുര്യക്കം, അതിലാണ് ജീവിതം. പിന്നെ അടുത്ത വഴി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിന്റെ ബൈത്ത് നമ്മൾ പിന്നെ അതിന്റെ സന്ദേശം, അടുത്ത ബൈത്തിന്റെ സന്ദേശം നമ്മൾ ആഗ്രഹിക്കുന്ന ആരംഭപ്പൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം നീ സന്ദർശിക്കുക. സന്ദർശിച്ചിട്ട് ആ റൗദയിൽ ഒരുപാട് കാലം നീ താമസിക്കുവാണ്. മദീന അങ്ങനെ പറയും. എന്നാൽ നിനക്ക് പലതും നേടാനുണ്ട്. അങ്ങനെ നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അദ്ദേഹം ഇങ്ങനെ സംസ്കരിച്ചെടുക്കാം. നല്ല കൂട്ടുകെട്ടുണ്ടാക്കി, മഹാന്മാരുമായിട്ടുള്ള അടുപ്പമുണ്ടാക്കി, എന്നിട്ട് അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി, അതിന്റെ കമാലിയത്ത് കിട്ടാൻ വേണ്ടി എവിടത്തേക്ക് നീ പോ? റൗള ശരീഫിലേക്ക് നീ പോയിട്ട് വേഗം തിരിച്ചു വരല്ല. പിന്നെ അവിടെ പോയിട്ട് നീ കുറച്ചു കാലം, നീണ്ട കാലം നീ അവിടെ താമസിക്കും. എന്നാൽ ഹബീബിൽ നിന്നും പലതും നിനക്ക് ലഭിക്കുന്നു. നമ്മൾ ആദ്യം മുഖദ്ദിമയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇതിന്റെ രചയിതാവിനെ കുറിച്ച് വിവരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനുണ്ടായ വലിയൊരു മാറ്റം എന്തുകൊണ്ടായിരുന്നു. അദ്ദേഹം ഹജ്ജിന് പോയിട്ട് മദീനയിൽ സന്ദർശിക്കാൻ വേണ്ടി സിയാറത്തിന് പോയ ശേഷം അദ്ദേഹത്തിന്റെ ഖൽബിൽ എന്തില്ലാത്തൊരു അനുരാഗം ഉണ്ടാവുകയും ഹബീബുമായി ഒരു കോണ്ടാക്ട് ഉണ്ടാവുകയും തിരിച്ചു വരാൻ പറ്റാത്ത വിധം അദ്ദേഹം മാറുകയും ഒരുപാട് കാലം അവിടെ ജീവിക്കുകയും ആ ജീവിതത്തിൽ വലിയ വലിയ മശായിഖന്മാരെ മദീനയിൽ വെച്ച് കണ്ടുമുട്ടുകയും അവരുടെ നിന്ന് പല വർഷങ്ങൾ കിതാബ് ഓതുകയും മശായിഖന്മാരുടെ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം 5 വർഷം മദീനയിൽ ഉണ്ടാക്കി ദർശനം നടത്തുകയും ചെയ്ത വലിയൊരു ഭാഗ്യമാണ്. എന്നിട്ട് പിന്നെ കുടുംബത്തോടൊപ്പം ജീവിക്കണ്ടേ എന്നുള്ള രീതിക്ക് നാട്ടിലേക്കൊക്കെ വരണമെന്ന് മശായിഖന്മാർ പറഞ്ഞതുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്തായിരുന്നു ഈ അല്ലഫ് അൽ അലിഫ് എന്നുള്ള ഈ രചന അദ്ദേഹം ഉണ്ടാക്കിയത്. ഒരു ഹദിയായിട്ട് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരികയായിരുന്നു. അപ്പൊ അതിലേക്കൊരു സൂചനയാണെന്ത്, അത് പാടിയട്ടം ബർക്കത്തിന് വേണ്ടി പാടാൻ നിർത്താം. عن قلبك الزلزال زال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. വളരെ മനോഹരമായ ആശയങ്ങൾ. നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന ആ വസന്തം വരവാകും അല്ലെ, മദീനയിലേക്ക് നീ പോകാൻ പറഞ്ഞിട്ട് അദ്ദേഹം ആ മദീനയിൽ നീ പോയി ഒരുപാട് കാലം താമസിച്ചാൽ അവിടെ നിന്ന് നിനക്ക് ലഭിക്കാനുള്ള പല കാര്യങ്ങളും നിനക്ക് ലഭിക്കും എന്ന് അതിന്റെ കമാലിയത്തിലേക്ക് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ വേണ്ട രീതിയിൽ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഈ ബൈത്തിന്റെ വിവരണം പഠിക്കണം. റഹ്മാനുറഹീമായ അല്ലാഹ്, ഞങ്ങൾ നിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി സ്നേഹിച്ച ഹിബ്ബിന്റെ ആ രചനയാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഇതിന്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബിലും റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് നീ കൂട്ടിയുറപ്പിച്ചതേ അല്ലാഹ്. ഓരോ ദിവസം റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കുവാൻ, റസൂലുള്ളാഹിനെ അഗാധമായി സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ പലവട്ടം കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉണർച്ചയിൽ റസൂലുള്ളാഹിനെ ദർശിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തി ഒരുപാട് ആയിരക്കണക്കിന് സ്വലാത്തുകൾ ദിനേന എന്നോണം ചൊല്ലി തീർക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിനെ ഖൽബ് കൊണ്ട് പ്രണയിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, എന്നോടും നിന്റെ ഹബീബിനോടുള്ള
മറ്റുള്ളവരോടുള്ള സ്നേഹം കഴിച്ച് മാത്രം മതി നമുക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹം. അതിനെ പാകത്തിൽ ഞങ്ങൾ കൽപ്പന നീമാറ്റമേ നിന്റെ ഉലിയാക്കളും കഥകളൊക്കെ പറയുമ്പോ ആത്മസായുജ്യത്തിന്റെ മായാലോകത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ് ചുരുങ്ങിയ സമയത്തുള്ളിൽ. റഹ്മുർ-റഹീമായ അല്ലാഹ് ഇതിന്റെ ഒരു ലദ്ദത്ത് ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. പാദത്തിലൊക്കെ ഞങ്ങൾ നിസ്കരിക്കുന്ന സമയത്തും ഖുർആൻ ഓതുന്ന സമയത്തൊക്കെ ആത്മീയമായ ഒരു ലദ്ദത്ത് നൽകണേ അല്ലാഹ്. ആത്മീയമായ ഒരു രസം നൽകണേ അല്ലാഹ്. മടിയില്ലാതെ നിന്നിൽ പൂർണ്ണമായി ലയിച്ചുകൊണ്ട് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നല്ല ഔലിയാക്കളെയും ആരിഫീങ്ങളെയൊക്കെ കണ്ടുമുട്ടാനും അവര് കൈപിടിച്ച് ദുആ ചെയ്യാനും അവരെ പരിചയപ്പെടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മുർ-റഹീമായ ഞങ്ങൾക്കറിയാം സമസ്തയുടെ ഒരുപാട് ആലിമീങ്ങൾ ഔലിയാക്കൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരെയൊക്കെ കണ്ടുമുട്ടാനുള്ള ഒരു അവസരം നൽകണേ അല്ലാഹ്. അവരുടെ ദുആയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവരോടൊക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇതുപോലത്തെ നീചന്മാരായ തെമ്മാടികളായ കള്ള തരീഖത്തിൽ നിന്നും കള്ള ശൈഖിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പരമ്പരയിൽ നീ കാക്കണേ അല്ലാഹ്. വിട്ടുപോയ ഒരുപാട് ആളുകൾക്ക് നീ ഹിദായത്ത് നൽകി തിരിച്ചു കൊണ്ടുവരണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് നല്ല മജ്‌ലിസിലേക്ക് അവരെ നീ എത്തിക്കണേ അല്ലാഹ്. അവർക്ക് നീ മനം മാറ്റം നൽകണേ അല്ലാഹ്. ശൈത്വാനിന്റെ വലയത്തിൽ നിന്നും ആ ചെറുപ്പക്കാർക്ക് നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. നല്ല ബുദ്ധി നീ നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم